കൂട്ടത്തിൽ ദുർബലൻ ആരാണോ അവന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത്. അവനില്ലെങ്കിൽ നിങ്ങളുടെ ഈ കച്ചവടം നടന്നുകൊള്ളണം എന്നില്ല, നിന്റെ ഈ ജോലി നിലനിന്നുകൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പം മുടക്കുള്ള കുട്ടികൾ, മന്ദബുദ്ധിയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്ത കുട്ടികൾ, ആളുകൾ പറയും അത് വീട്ടിലെ ഭാഗ്യമാണ്. ആ ഭാഗ്യം കൊണ്ടാണ് മറ്റെല്ലാ ബറക്കാത്തുകളും ഉണ്ടായിത്തീരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കവിതയിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസബിയത്തും മിനൽ യതമാറുല്ലഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈകുമുൽ അദാബുൽ ഔജഉ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വയോധികരായ ആളുകൾ, മുലകുടിക്കുന്ന കൊച്ചുകുട്ടികൾ, മിണ്ടാപ്രാണികളായ നാൽക്കാലികൾ, മൃഗങ്ങളും പറവകളും അവർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഒരു മുറുക്ക് വെള്ളവും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിന്റെ പേരിൽ അവരോട് നന്ദി പറയണം. അവൻ വന്നില്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഞാനിത് കൊടുക്കുക? അപ്പൊ അവരോടാണ് നന്ദി പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ല, സന്തോഷം എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അഫ്ളലുൽ അഅമാലി ബഅദൽ ഫറായിദി ഇദ്ഖാലുസ് സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ. ഫർള് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സന്തോഷം മുഅ്മിനിന്റെ ഹൃദയത്തിൽ സന്തോഷം പ്രവേശിപ്പിക്കലാണ്. അപ്പൊ ചിരിച്ചാൽ ഒരാൾക്ക് സന്തോഷമുണ്ടായി, അത് നിനക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരാൾക്ക് ഒരു വഴി കാണിച്ചു കൊടുത്താൽ അതൊരു ഹാപ്പി ആകണം. വഴി ചോദിച്ചു വന്നപ്പോഴേക്ക് മുഖം തിരിക്കരുത്. അൽഹംദുലില്ലാ, അവൻ വഴി ചോദിച്ചു വന്നതുകൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചല്ലോ. ഇങ്ങനെ അങ്ങോട്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുകയും അതിലൂടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും അല്ലാഹുവിൽ നിന്ന് കൂലി കാക്ഷിക്കുകയും വേണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖദാ ലി അഹദിൻ മിൻ ഉമ്മത്തി ഹാജതൻ യുരീദു അൻ യസുറഹു ബിഹാ ഫഖദ് സറനി വമൻ സറനി ഫഖദ് സറല്ലാഹ് വമൻ സറല്ലാഹ അദ്ഖലഹുല്ലാഹുൽ ജന്നഹ്. ഒരാളെ സന്തോഷിപ്പിക്കണം എന്ന താല്പര്യത്തോടുകൂടി ഒരാൾ അദ്ദേഹത്തെ സഹായിച്ചു എന്നെ സന്തോഷിപ്പിക്കലാകുന്നു. റസൂലുള്ളാഹ് എന്നെ സന്തോഷിപ്പിച്ചാൽ അത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കലാണ്. അള്ളാഹുവിന്റെ സന്തോഷത്തിന് ഫലം നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അത് സ്വർഗം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് സഹായങ്ങൾ ചെയ്യുകയും സാധുക്കളെ സഹായിക്കുകയും ചെയ്യണം. അതിന് മനുഷ്യൻ താഴോട്ട് നോക്കണം. മേൽപോട്ട് മാത്രം നോക്കിയാൽ അത് കാണാൻ സാധിക്കുകയില്ല. താഴോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ പണക്കാരൻ അവനെക്കാളും ലോ ഇൻകമുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാണ് അവൻ നോക്കേണ്ടത്. കേരളക്കാരൻ ടൂറ് പോകുന്നത് എങ്ങോട്ടാണ്? മൈസൂരിലെ ബൃന്ദാവനിലേക്കും KSRലെ, അല്ലെങ്കിൽ അവൻ പോകുന്നത് ദുബായിലേക്കാണ്. ദുബായ്ക്കാരൻ പോകുന്നത് ലണ്ടനിലേക്കാണ്. മൈസൂരിലെ ഗൗസിയ നഗറിലേക്കാണ് ടൂറ് പോകേണ്ടത്. അവിടെ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാം ആ സ്ലം നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട കുടിലുകൾ, അതിനിടയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു മസ്ജിദും അവിടെ ഒരു മദ്രസയും. എങ്ങനെയാണ് ഈ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്നത്? ബീഡി തെരച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബീഡി തെരച്ചിട്ട് കിട്ടുന്ന 250 രൂപ, 300 രൂപ, അതുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ അവസാനം ബീഡി തെരച്ച് അവൻ രോഗിയായി മാറുന്നു. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഭാര്യമാർ, ഉമ്മമാർ, അതുപോലെ
വെസ്റ്റ് ബംഗാളിലേക്കും ആസാമിലേക്കും ത്രിപുരയിലേക്കും ഏത് ഭാഗത്തേക്ക് ചെന്നാലും നിങ്ങൾക്ക് കഷ്ടപ്പെടുന്നവരെ കാണാൻ സാധിക്കും. അവിടെയൊക്കെ കുട്ടികൾ പ്രസവിച്ചു വീഴുന്നത് വർക്ക്ഷോപ്പുകളിലേക്കാണ്. ഗർഭപാത്രത്തിൽ നിന്ന് നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. അവർക്ക് കണക്ക് കൂട്ടാനും അറിയില്ല, കന്നഡ വായിക്കാനും അറിയില്ല, അവർക്ക് ബംഗ്ല വായിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുന്ന സ്ഥലം, കുടിക്കാൻ വെള്ളമില്ല. ഒരു കുളത്തിന്റെ ഒരു ഭാഗത്ത് കുടിക്കാനുള്ള വെള്ളം മുക്കിയെടുക്കുന്നു, മറ്റു ഭാഗത്തേക്ക് ഡ്രൈനേജിൽ നിന്ന് വേസ്റ്റ് വെള്ളം ഒഴുകി വരുന്നു, വേറൊരു ഭാഗത്ത് അവിടെ സ്ത്രീകൾ അലക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മലിനമായ ജലം കുടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവർക്ക് ദുനിയാവും ഇല്ല ആഖിറവുമില്ലാത്ത അത്തരം കുട്ടികൾ ജീവിക്കുന്ന നാടുകൾ, അവിടേക്ക് നമ്മൾ സഞ്ചരിക്കണം. ഖുൽ സീറൂ ഫിൽ അർളി, സഞ്ചാരം നടത്തിയിട്ട് അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥകൾ കണ്ടാൽ നിനക്ക് നിന്റെ ജീവിതത്തിന്റെ സുഖം ബോധ്യപ്പെടും. ആരോഗ്യമുള്ള മനുഷ്യന്മാർ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ആശുപത്രികളിലൂടെ ഒന്ന് സന്ദർശിക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 29-ാം വാർഡിലും 37-ാം വാർഡിലൊക്കെ പോയാൽ കാലുപൊട്ടി എല്ലുപൊട്ടി മലർന്നു കിടന്ന് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന, മൂക്കിലൂടെ പമ്പിട്ട് വെള്ളം കൊടുക്കുന്ന രംഗം കണ്ടാൽ നിനക്ക് നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യം വരും. ക്യാൻസർ രോഗബാധിതരായി കിടക്കുന്ന മനുഷ്യന്മാർ, അവരെ ഒന്ന് സന്ദർശിക്കുമ്പോൾ അള്ളാഹുവിനോട് നിനക്ക് കാവൽ തേടാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനും നിനക്ക് ലഭിച്ച ആരോഗ്യത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് നന്ദി പറയാനും എല്ലാം സാധിക്കും. അതുകൊണ്ട് മനുഷ്യൻ മേൽപോട്ട് മറ്റവന്റെ കയ്യിലുള്ള കാർ അതിനേക്കാളും മുന്തിയതാണ്, എനിക്ക് അത് ലഭിക്കണം, അവന്റെ വസ്ത്രം അതിനേക്കാളും മുന്തിയതാണ്, അത് ലഭിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം താഴോട്ട് നോക്കിക്കൊണ്ട് ജീവിക്കുന്ന പക്ഷം അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും ദോഷം പൊറുക്കാനും അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുത്തുകൊണ്ട് ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും സന്തോഷത്തോടുകൂടി അവന് ജീവിക്കാനും സാധിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മഹാന്മാരായ ഉസ്താദുമാർ, നേതാക്കന്മാർ എല്ലാവരും ഇവിടെയുണ്ട്. സംസാരിക്കുകയും ദുആ ചെയ്യുകയും എല്ലാം ചെയ്യും. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ദുബായ് ഹാൽ ഖുർആൻ ഇന്റർനാഷണൽ പ്രോഗ്രാം സംഘാടകർക്കും ഈ പരിപാടി ജോയിന്റ് വെഞ്ചറായി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ദുബായ് മർക്കസ് സഖാഫത്ത് സുന്നിയ അതിന്റെ ഭാരവാഹികളും പ്രവർത്തകരും ഈ പരിപാടിയുടെ സംഘാടകരും വോളണ്ടിയർമാരും എല്ലാവർക്കും അല്ലാഹു തആല മഹത്തായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനായ മർക്കസു സഖാഫത്ത് സുന്നിയ കോഴിക്കോട്ട് ഇൻഷാ അല്ലാഹ് റമദാൻ 24-ന് അവിടെ നടക്കുന്ന വലിയ ആത്മീയ സംഗമത്തിൽ ഉസ്താദ് അവറുകളുടെ ഖുർആൻ പ്രഭാഷണവും മറ്റു ദുആ പരിപാടികളും എല്ലാം നടക്കുന്നുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഉലമാക്കൾ എത്തിച്ചേർന്നതിന്റെ പിന്നിൽ ഈ ഒരു സ്ഥാപനത്തിന് സഹായിച്ചിട്ടുള്ള നൂറുകണക്കിന് സഹോദരന്മാരുടെ കരങ്ങളാണ്. ഈ നാട്ടിൽ ഒരുപാട് കാലം ജീവിച്ച് മരിച്ചുപോയ, മർക്കസിനു വേണ്ടി അധ്വാനിച്ച് മരിച്ചുപോയ ധാരാളം സഹോദരന്മാരുണ്ട്. അവരൊക്കെ 20 വർഷം 30 വർഷം മുമ്പ് 1 റിയാലും 2 റിയാലും വെച്ച് സംഘടിപ്പിച്ച് സഹായിച്ചതിന്റെ പേരിലാണ് ഇന്ന് ന്യൂസിലാൻഡിൽ അവിടെ ഷാഫി മദ്ഹബുകാരായ ആളുകൾക്ക് ഇമാമത്ത് നിൽക്കുന്ന സഖാഫി പറഞ്ഞു, മർക്കസിൽ വെച്ച് അന്ന് ഓതി പഠിക്കുമ്പോ ഉറുദു ക്ലാസ്സിൽ ചില കുട്ടികളൊന്നും പങ്കെടുക്കൂല. ഞങ്ങൾ അന്ന് കൃത്യമായി ഉറുദുവിന്റെ ക്ലാസ്സിൽ പോയതുകൊണ്ട് ഇന്ന് ന്യൂസിലാൻഡിൽ എത്താൻ സാധിച്ചു. അമേരിക്കയിൽ ഇന്ന് മർക്കസ് മദീനത്തുന്നൂറിലെ സ്റ്റുഡന്റ് ഇംഗ്ലീഷിൽ കോമ്പറ്റീഷൻ എക്സാം എഴുതിയിട്ട് അമേരിക്കൻ ഗവൺമെന്റ് 10 വർഷത്തെ വിസ നൽകി, ഫ്രീ ടിക്കറ്റ് കൊടുത്തു. ഈ കഴിഞ്ഞ ആഴ്ച അവിടെ നടന്ന സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. റമദാനിൽ അവിടെ ഒരു ഗ്രാമത്തിൽ, ദീനില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിസ്കാരം തുടങ്ങി ഇമാമത്ത് നിൽക്കുകയാണ്. ജർമ്മനിയിലെ ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റ് 40 ലക്ഷം രൂപ വരുന്ന ഫെലോഷിപ്പ് നൽകിയിട്ട് മർക്കസ് ഗാർഡനിലെ സ്റ്റുഡന്റ് സാലിഹ് നൂറാനിയെ ജർമ്മനിയിലേക്ക് റിസർച്ച് നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്.
എന്തിനെക്കുറിച്ചാണ് റിസർച്ച് നടത്തുന്നത്? കേരളത്തിലെ മുസ്ലിങ്ങൾ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും ഫത്ഹുൽ മുഈനും അദ്കിയായും ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ കേരളത്തിൽ ഇന്നും ഉള്ളത്. ഈ 2 കിതാബുകളുടെ ഇൻഫ്ലുവൻസ് എന്താണ് എന്നതിനെ കുറിച്ച് ജർമ്മൻ ഗവൺമെന്റ് സഹായത്തോടുകൂടി അവിടെ റിസർച്ച് നടത്തുകയാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ യൂണിവേഴ്സിറ്റി മറ്റൊരു സ്റ്റുഡന്റിന്, മുജീബുർ റഹ്മാൻ നൂറാനി എന്ന് പറയുന്ന സ്റ്റുഡന്റിന് ഈ കഴിഞ്ഞ മാസം ഫെലോഷിപ്പ് കൊടുത്ത് റിസർച്ചിനു വേണ്ടി അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. അതുപോലെ പല രാജ്യങ്ങളിലും നമ്മുടെ സ്റ്റുഡന്റ് ചെന്ന് അവിടെ പഠിക്കുന്ന സമയത്തും ആ നാട്ടിൽ ദീനിന്റെ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവിടെ ദീനറിയാത്ത ആളുകൾക്ക്, പണമുണ്ടായിട്ട് ദീനറിയാത്ത ഒരു വിഭാഗം, പണമില്ലാത്തതിന്റെ പേരിൽ ദീനറിയാത്ത മറ്റൊരു വിഭാഗം, എല്ലാവർക്കും വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ആണ് മർക്കസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി അൽഹംദുലില്ലാ ഇപ്പോ യുനാനി മെഡിക്കൽ കോളേജ് ആരംഭിച്ചു, അതുപോലെ ലോ കോളേജ് ആരംഭിച്ചു. ഈ വർഷം ഇൻഷാ അല്ലാഹ് എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കാൻ പോകുന്നു. ഇതെല്ലാം പഠിച്ച് പ്രൊഫഷണൽ കോളേജുകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ദീൻ പഠിച്ചുകൊണ്ട് ഇമാമത്ത് നിൽക്കാൻ സാധിക്കുന്ന, ഉമ്മത്തിന്റെ ഇമാമായി മാറാൻ കഴിയുന്ന എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും വളർന്നു വരാൻ വേണ്ടിയുള്ള ഒരു കഠിന പ്രയത്നത്തിനു പിറകിലാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മുടെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും മേലെ വലിയ ഒരു സ്ഥാനത്തേക്ക് ആ സ്ഥാപനം ഉയർന്നു വന്നത്. ഇന്ന് അജലെത്തിയ കടം 5 കോടി രൂപ ഇപ്പോൾ കൊടുക്കാനുള്ള കടമുണ്ട്, പിന്നെ അതിനു പുറമെ വേറെ കടവുമുണ്ട് എന്ന് പറയണമെങ്കിൽ 5 കോടി കടം വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകണമെങ്കിൽ ആ സ്ഥാപനം അത്രയും വളർന്നതുകൊണ്ടാണ്. അത് ഈ സമുദായം വീട്ടും എന്നുള്ളൊരു ഉറപ്പുള്ളത് ഈ ഒരു അനുഭവങ്ങളിൽ നിന്നാണ്. അതിന്റെ മുന്നിലാകട്ടെ വലിയ പദ്ധതികൾ. അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും സഹായിച്ച സഹായങ്ങളെ കൊണ്ട്, നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടുള്ള വലിയ സഹായങ്ങളെ കൊണ്ടാണ് ഈ സ്ഥാപനം വളർന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനിയും അതിനെ ധാരാളമായി എല്ലാവരും സഹായിക്കുകയും, ഞാൻ പറയുന്നില്ല മർക്കസിനെ സഹായിക്കണമെന്ന്, എല്ലാവരും ധർമ്മം ചെയ്യണം, സഹായം ചെയ്യണം. പല നാടുകളിലും മർക്കസ്, ഇവിടെ ഈ 6000 കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന മർക്കസ്, 6000 വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കുന്ന മർക്കസ്, അവിടെ ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അതിനുവേണ്ടി ലക്ഷങ്ങൾ കടമുള്ളപ്പോഴും കോടികളുടെ വർക്കാണ് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി ചെയ്യുന്നത്. ബഹുമാനരായ ഡോക്ടർ അവറുകൾ 4 വർഷം മുമ്പ് നമുക്കവിടെ ഒരു കോളേജ് ഉണ്ടാക്കി തന്നു. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വർഷം ഒരു പള്ളി ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട് 5 ലക്ഷം രൂപ കൊണ്ട് പള്ളി ഉണ്ടാക്കാം, 10 ലക്ഷം രൂപ കൊണ്ട് മദ്രസ ഉണ്ടാക്കാം. ഈ സദസ്സിലിരിക്കുന്ന പലരും എന്നോട് പറഞ്ഞവരുണ്ട് കിണർ ഒഴിപ്പിക്കാൻ. ഇങ്ങനെ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നത് ആ ഒരു കിണറിലൂടെ വെള്ളമല്ല കൊടുക്കുന്നത്, ആ വെള്ളത്തിലൂടെ ഒരു ഈമാനാണ് കൊടുക്കുന്നത്. ഒരു മസ്ജിദ് ഉണ്ടാക്കുമ്പോൾ അതവിടെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല, ആ മസ്ജിദ് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അവിടത്തേക്ക് വേണ്ടിയുള്ള ഇമാമുകളെ ഇവിടെ നിന്ന് പഠിപ്പിച്ചുണ്ടാക്കുന്നു. അവർ ചെന്ന് ഇമാമത്ത് നിൽക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു, അതോടൊപ്പം അവർക്ക് അക്ഷരം പഠിപ്പിക്കുന്നു, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, സയൻസ് പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാ ഇന്ന് വെസ്റ്റ് ബംഗാളിലുള്ള, ആസാമിലുള്ള കുട്ടികൾ കേരളത്തിൽ വന്നു പഠിച്ചിട്ട് കേരളത്തിൽ നിന്ന് അവർ SLC പാസ്സാകുന്നുണ്ട്, അവർ +2 കഴിഞ്ഞവരുണ്ട്, അവർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഇക്കഴിഞ്ഞ വർഷം ആരംഭിച്ച മർക്കസിന്റെ മെഡിക്കൽ കോളേജിൽ ബീഹാറുകാരനായ ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷം പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങൾ നടത്തുന്ന ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്ത് രൂപത്തിലുള്ള സംരംഭങ്ങളായാലും അതിന്റെ എല്ലാറ്റിന്റെയും ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിന്റെ വജ്ഹാണ്, വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. അത് പ്രചരിപ്പിക്കലാണ്. അതിന്റെ യൂണിറ്റുകൾ അൽഹംദുലില്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മർക്കസിന്റെ യൂണിറ്റുകൾ ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മർക്കസിന്റെ അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തിൽ ക്രസന്റ് സ്കൂളുണ്ട്. പെരളശ്ശേരിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇപ്പോ ചൊക്ലിയിലെ ഓഖാലിദ് സ്കൂള് മർക്കസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽനോട്ടം ഏറ്റെടുത്തിട്ടുണ്ട്. നടത്തുന്നതെല്ലാം